ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ നല്ല ടഫായിരിക്കും. പേടിയുണ്ടോ മക്കളെ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെല്ലാം സെറ്റാക്കി തരാൻ കൂടെയുണ്ട് എജ്യൂപോർട്ട്. അപ്പോൾ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറും. ഈ ഓണം എക്സാമിന് ചോദിച്ച പോലെ ആയിരിക്കില്ല ക്രിസ്മസ് എക്സാമിന് ചോദിക്കുക. ഒന്നുകൂടി ടഫായിട്ടായിരിക്കും ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമുക്ക് പണി കിട്ടും. എജ്യൂപോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി എജ്യൂപോർട്ട് വാങ്ങി തരില്ല. ഈസി ആയിട്ട് പഠിക്കാനുള്ള വഴികളൊക്കെ നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഓണം എക്സാമിന് മാത്സും ഫിസിക്സും ഒക്കെ ഫിസിക്സൊക്കെ എന്താണ് അത്യാവശ്യം നല്ല ടഫായിരുന്നു അല്ലേ? അപ്പോൾ കുറേ കുട്ടികൾ ഈ മാത്സും ഫിസിക്സൊക്കെ ടഫാകാൻ കാരണമായിട്ട് പറഞ്ഞാൽ എന്താ, അവർക്ക് പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല എന്നാണ്. അപ്പം കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു സബ്ജക്റ്റും പഠിക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്മസ് എക്സാം ടഫ് ആവാനുള്ള കാരണം നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ കാരണം എന്താടാ, നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഓണം എക്സാമിനേക്കാൾ കൂടുതലായിരിക്കും ക്രിസ്മസ് എക്സാം. അതായത് എന്താ വെച്ചാൽ, ക്രിസ്മസ് എക്സാമിന് ഓണം എക്സാമിന് ശേഷമുള്ള പോർഷൻസ് ഒന്നും ക്വസ്റ്റ്യൻ വരും. അതേപോലെ തന്നെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിന്ന് ഒരു 30% വരെ മാർക്കിന് എന്ത് ചെയ്യും, ഓണം എക്സാം പോർഷൻസിന് ചോദിക്കും. ശ്രദ്ധിക്കണേ, ഓണം എക്സാമിന് ശേഷമുള്ള പോർഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെങ്കിലും ഓണം എക്സാമിനുള്ള പോർഷൻസിനും ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യും, ഒരു 30% മാർക്ക് വരും. അതായത് നിങ്ങൾക്ക് ഒരു 5 സാധാരണ ഓണം എക്സാമിന് പഠിച്ചതിൻ്റെ ഇരട്ടി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന് എണ്ണം കൂടുമ്പോൾ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്താണ്, ഒരു ചെറിയ പേടി വരും. അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് പഠിക്കാൻ കഴിയില്ല, അയ്യോ എക്സാം ടഫാണെന്നുള്ളൊരു ടെൻഷൻ വരും. ആ ടെൻഷൻ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ള. നിങ്ങൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും മാത്സ് ആയാലും സോഷ്യൽ ആയാലും ഏതൊരു സബ്ജക്റ്റ് ആയാലും കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ഓണം എക്സാമിന് പല ക്വസ്റ്റ്യൻസും ടഫായ പോലെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ടഫാവില്ല. കാരണം ഓണം എക്സാമിന് പല കുട്ടികൾക്കും ക്വസ്റ്റ്യനിലൂടെ എന്താ ചോദിച്ചത് മനസ്സിലാവാനായിട്ടാണ്. പക്ഷേ എജ്യൂപോർട്ടിൻ്റെ കൂടെ ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിച്ച പല കുട്ടികളും പറഞ്ഞത് അവർക്ക് കോൺസെപ്റ്റ് മനസ്സിലായതുകൊണ്ട് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റി, പഠിക്കാൻ പറ്റിയെന്നാണ്. അപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ മക്കളെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങൾ പഠിക്കുമെന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് ഈ കാര്യം നിങ്ങളുടെ അമ്മയോട് പറയണം. അമ്മയോട് പറയുന്നത്, അമ്മേ ഡെയിലി എന്നെ രാത്രി 2 മണിക്കൂർ പഠിക്കാനായിട്ട് എന്നോട് പറയണം, എന്നെ നിർബന്ധിക്കണം. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അമ്മയൊന്ന് ചീത്ത പറയണം, അമ്മയോടൊന്ന് പറയാം അല്ലേ, അമ്മയോട് എന്ത് ചെയ്യുക, ഈ കാര്യമൊന്ന് പറയാം. കാരണം എന്താ, അമ്മ പറഞ്ഞാൽ അല്ലേ, തള്ള ചവിട്ടിയാൽ പിള്ളക്ക് കേടില്ല എന്നുള്ളൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. അതായത് അമ്മ നമ്മളെ ചീത്ത പറഞ്ഞാലും നമുക്ക് അപ്പം ചെറിയൊരു വിഷമമുണ്ടെങ്കിലും അമ്മയല്ലേ നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ, ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ അമ്മയോട് എന്ത് പറയുക, നിങ്ങൾ ദിവസവും പറയുക, എന്നെ ദിവസവും രാത്രി പഠിക്കാനായിട്ട് നിർബന്ധിക്കണം, 2-3 മണിക്കൂർ പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം, നിർബന്ധിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഇങ്ങനെ പറയുക. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, നിങ്ങൾ രാത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ മോളെ പഠിക്ക്, നീ പഠിച്ചോ എന്ന് അമ്മ ഇങ്ങനെ ചോദിക്കും. നമ്മൾ പഠിക്കുന്നെങ്കിൽ അമ്മ ചെറുതായിട്ട് ചീത്ത പറയും. പക്ഷേ ആ ചീത്ത എന്താടാ, ഒരു സുഖമുള്ള ചീത്തയാണ്, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കൂടെ എജ്യൂപോർട്ട്, കാരണം എജ്യൂപോർട്ട് ഓൾറെഡി ലൈവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ സ്റ്റഡി പ്ലാനോട് കൂടി 9ാം ക്ലാസ്സിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ലൈവിൽ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുൾ A+ എത്താൻ പറ്റില്ല. കാരണം നമ്മുടെ ആപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലൂടെയുള്ള നമ്മുടെ പ്രീമിയം കുട്ടിയേക്കാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യം നോക്കാൻ അമ്മയെ പോലെ ഒരു മെൻറ്റർ ഉണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുമ്പോൾ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾ, അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് 9207998855 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് വിളിക്കുക കേട്ടോ. 9207998855 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാവും, കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും, ഈസി ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്യലാണ് ഏറ്റവും വലിയ കാര്യം. അത് നിങ്ങൾ തോന്നുന്നു, സാറേ എനിക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാനുള്ള പൈസയും കാര്യങ്ങളൊന്നുമില്ല, എന്താ അപ്പോൾ ഞാൻ ചെയ്യുക? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾ നമ്മുടെ എന്ത് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് ഓരോ ദിവസവും ലൈവിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നോട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അയച്ചു തരും. ആ നോട്ട് നോക്കിയിട്ട് അമ്മയോട് പറഞ്ഞിട്ട് ദിവസവും 2 മണിക്കൂറല്ല, നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ 3 മണിക്കൂർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ആ നോട്ട് നോക്കിയിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് പഠിക്കണം. അപ്പോൾ ദിവസവും നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവ് ഉണ്ടാവില്ലെങ്കിലും ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ ലൈവ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈവ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് തീർന്ന ഉടനെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നോട്ട് അയച്ചു
അയച്ചു തരും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് മക്കളെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലൈവിന് ശേഷം കിട്ടുന്ന നോട്ട് 2-3 മണിക്കൂർ എടുത്തിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് മാക്സിമം ഒരു എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. സെറ്റല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ലൈവിൻ്റെ നോട്ടിഫിക്കേഷനും വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒക്കെ യൂട്യൂബ് നിങ്ങൾക്ക് തന്നെ തരണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. 9ാം ക്ലാസ് നിങ്ങളുടെ കുട്ടികൾ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ആ ബുദ്ധിമുട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ 9ാം ക്ലാസ് പഠിക്കുന്ന മുഴുവൻ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക. കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക്, ടീച്ചർ വഴക്ക് പറയില്ല എങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഒന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് ഫ്രം ദിസ് എഡ്യൂപോഡ് ക്ലാസ് 9 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണം. ക്രിസ്മസ് എക്സാം ടഫ് ആവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എഡ്യൂപോഡിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ഈസി ആയിരിക്കും. ഇത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്, എൻ്റെ ഉറപ്പാണ്. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ.